ജപമാല സമർപ്പണത്തിനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റെഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം പ്രീത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ. ഞങ്ങളിൽ കനിയണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വരം, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യവഴത്തിൽ രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റോസറി വാറിൻ്റെ പ്രധാന സന്ദേശം നൽകാൻ ഷാലോം മിനിസ്റ്റർ ലീഡറായ ഷെവലിയാർ ബെന്യുവിനത്രയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മയുടെ ഈ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ നടത്തിയ ഈ ആത്മീയ പോരാട്ടം, ഈ റോസറി വാറിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. 10 ലക്ഷം ജപമാലകൾ ലോകസമാധാനത്തിനും സഭയുടെ നവീകരണത്തിനും വേണ്ടി ഈ ഒക്ടോബർ മാസത്തിൽ ചൊല്ലി കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. എന്നാൽ അത് 20 ലക്ഷവും 50 ലക്ഷവും എല്ലാം പിന്നിട്ട് ഇന്ന് നമുക്കറിയാം 73 ലക്ഷത്തിലധികം ജപമാലകൾ ഈ ദിവസത്തിനുള്ളിൽ ഈ നിയോഗത്തിന് വേണ്ടി ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോകുകയില്ല. അതിനാൽ നമ്മൾ അർപ്പിച്ച ഈ 73 ലക്ഷം ജപമാലകളും സ്വർഗത്തിന് അവഗണിക്കുവാൻ പറ്റുകയില്ല. നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ വരും നാളുകളിൽ നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ലോകത്തിൽ നീട്ടപ്പെടും. ഒരു മാറ്റമുണ്ടാകും.
തിന്മയുടെ വ്യാപനത്തിന് തടയിടപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മാത്യു സാർ പറഞ്ഞിരിക്കുന്നത് പോലെ ഒക്ടോബർ 31 അവസാനിപ്പിക്കുവാൻ ഉള്ളതല്ല നമ്മളുടെ ഈ യുദ്ധം. നമുക്കറിയാം, യുദ്ധത്തിൽ ചിലപ്പോൾ ശത്രുവിൻ്റെ കോട്ടകൾ, ശത്രുവിൻ്റെ കേന്ദ്രങ്ങൾ ബോംബുകളിട്ട് തകർക്കാറുണ്ട്. അവൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർത്താലും അവൻ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുന്നത് വരെ നമ്മൾ ആ യുദ്ധം തുടരണം. അപ്പോൾ തിന്മയുടെ കോട്ടകൾ തകർക്കപ്പെട്ടാലും തിന്മ കീഴടക്കി വച്ചിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ, സംവിധാനങ്ങളെ വീണ്ടും ദൈവത്തിന് വേണ്ടി തിരിച്ച് സ്വന്തമാക്കുന്നത് വരെ നമ്മളുടെ പോരാട്ടം തുടരണം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 31 ശേഷവും നമ്മൾ നിരന്തരം യുദ്ധത്തിൻ്റെ അതേ ചൈതന്യത്തിൽ തുടരണം. കർത്താവിൻ്റെ മഹത്വം സഭയിലും ലോകത്തിലും വെളിപ്പെട്ട് കാണുന്നത് വരെയും പഴയ നിയമത്തിലെ യാക്കോബിനെ പോലെ തന്നോട് മൽപ്പിടുത്തം നടത്തിയ ദൈവദൂതനോട് യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതുപോലെ നമ്മളുടെ ഈ പ്രാർത്ഥനയുടെ നിയോഗങ്ങൾക്ക് ഉത്തരം കണ്ടാലല്ലാതെ ദൈവത്തെ നമ്മൾ വിടരുത്. ജപമാലയെ നമ്മൾ ഉപേക്ഷിക്കരുത്, പരിശുദ്ധ അമ്മയെ നമ്മൾ ഉപേക്ഷിക്കരുത്. മറിച്ച് ഈ ലോകത്തിൽ ഒരു മാറ്റം സംഭവിക്കണം. അതുകൊണ്ട് നമ്മളുടെ തീഷ്ണതയിൽ കുറവ് വരാതെ നിരന്തരം നമ്മൾ ഈ പോരാട്ടം തുടരണം. എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വം ഈ കാലഘട്ടത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവം നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക? ഒരു വലിയ അത്ഭുതം ദൈവം പ്രവർത്തിച്ച് ലോകത്തെ ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കുകയല്ല. അതല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികൾ നമുക്കെപ്പോഴും ഗ്രാഹ്യമാകണമെന്നില്ല. അവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് അപ്രാപ്യമായ വിധത്തിലാണ്. എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിസ്സാരമായ ചില സംഭവങ്ങളിൽ നിന്നായിരിക്കും പലപ്പോഴും ആരംഭിക്കുക. വളരെ നിസ്സാരരായ വ്യക്തികളിലൂടെ ആയിരിക്കാം ആരംഭം കുറിക്കുക. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില സമൂഹങ്ങളിലൂടെ ആയിരിക്കാം ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു മാറ്റത്തിന് പലപ്പോഴും തുടക്കം കുറിക്കുക. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശു ജെറുസലേമേക്ക് പോകുന്ന വഴിയിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ശിഷ്യന്മാരുടെ മനസ്സിലെ ആശങ്കകൾ, ഭയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം യേശു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന ക്രിസ്തു ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് വലിയ ആവേശത്തിലാണ് ശിഷ്യന്മാരെല്ലാം യേശുവിൻ്റെ പിന്നാലെ കൂടിയത്. അവൻ മിശിഹായാണ് എന്ന കാര്യത്തിൽ ശിഷ്യന്മാർക്കും യാതൊരു സംശയമില്ല. പക്ഷെ യേശുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുത പ്രവൃത്തികളും എല്ലാം അത്ഭുതകരം തന്നെയാണ്. എങ്കിലും ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ബാക്കിയുണ്ടാകുന്നു. ഇത്രയധികമൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഇത്രയധികമായ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഉണ്ടായിട്ടും ഇസ്രായേലിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുവാൻ യേശുവിന് സാധിച്ചില്ല. കാരണം യഹൂദ പ്രമാണികളൊന്നും യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എന്നാണ് ഈ ഭൂമിയിൽ മിശിഹായുടെ രാജ്യം സ്ഥാപിക്കാൻ സാധിക്കുക? ഈ ആശങ്ക സ്വാഭാവികമാണ്. ആ ആശങ്ക കൂടി ദൂരീകരിക്കാൻ വേണ്ടി യേശു അവരോട് ഒരു കാര്യം പറയുകയാണ്. ദൈവരാജ്യം കടുകുമണി പോലെയാണ്. കടുകുമണി വളരെ ചെറുതാണ്. എന്നാൽ നിസ്സാരമായ ഈ കടുകുമണി വളർന്ന് വികസിക്കുമ്പോൾ ഒരു വലിയ ചെടിയായിട്ട് മാറുകയാണ്. ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ തുടക്കം വളരെ ഹമ്പിളായിരിക്കും, വളരെ നിസ്സാരമായിരിക്കും. അതിൽ നിന്ന് വളർച്ച ഉണ്ടാകുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പോരാഞ്ഞിട്ട് മറ്റൊരു ഉപമയിലൂടെയും കൂടി ദൈവരാജ്യത്തിൻ്റെ രീതി എന്താണ് എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിതാണ്, ദൈവരാജ്യത്തെ ഞാൻ എന്തിനോടാണ് ഉപമിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. അത് ഒരു സ്ത്രീ 3 അളവോളം മാവിൽ അത് പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പിന് സദൃശ്യമാണ്. 3 അളവ് മാവ്, 3 അളവ് 3 കിലോയോ 3 ലിറ്ററോ എത്രയും ആയിക്കൊള്ളട്ടെ,
അത് പുളിപ്പിക്കുവാൻ വേണ്ടി ആ ചേർത്ത് വെച്ച പുളിപ്പ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, വളരെ ചെറിയ അളവാണ്. എന്നാൽ ക്രമേണ ഈ ചെറിയ അളവിലുള്ള പുളിപ്പ് ആ മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. ഇതുപോലെയാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ തുടക്കത്തിൽ അത് വളരെ നിസ്സാരമായിരിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വളരെ നിസ്സാരമെന്ന് നമുക്ക് തുടക്കത്തിൽ തോന്നും. എന്നാൽ അത് വളർന്ന് വികസിക്കും. നമുക്കറിയാം, ഈ ഭൂമിയിൽ ദൈവരാജ്യം ഈശോ സ്ഥാപിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നിസ്സാരരായ മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. അധികാരമോ ശ്രദ്ധയോ ഒന്നും ആകർഷിക്കത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിസ്സാരമായ തുടക്കം വളർന്ന് ലോകത്തെ മുഴുവനും കീഴടക്കത്തക്ക രീതിയിൽ പിന്നീട് സഭ വളർന്നു. ഇതുപോലെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം സഭയിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നത്. ചില നിസ്സാരരായ വ്യക്തികളിലൂടെ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടാം. അതൊരുപക്ഷെ നിങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തിലൂടെ ആയിരിക്കാം ദൈവം ഈ കാലഘട്ടത്തിൽ ഒരു ചേഞ്ചിനുള്ള തുടക്കമിടുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിരിക്കണം. അവൻ്റെ പ്രേരണകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ആരംഭിക്കും. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 3 വർഷവും 6 മാസവും ഇസ്രായേൽ ദേശത്ത് മഴയുണ്ടായില്ല. തൽഫലമായി നദികളും കിണറുകളും എല്ലാം വറ്റി വരണ്ടു. ജലം കിട്ടാതെ പക്ഷിമൃഗാദികളും മനുഷ്യരും ചത്തൊടുങ്ങി. എന്നിട്ടും മനുഷ്യർ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. അവർ പാപത്തിലുള്ള ജീവിതം തുടർന്നു. ഒടുവിൽ കാർമൽ മലയിൽ എലിയാ പ്രവാചകൻ ആഹാബ് രാജാവിനെയും ജനങ്ങളെയും വിളിച്ചു വരുത്തുകയാണ്. ഈ 2 വഞ്ചിയിലുള്ള യാത്ര അവസാനിപ്പിക്കണം. സത്യദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് അവർ പറയുന്നു. പാപത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. അവിടെ സ്വർഗത്തിൽ അഗ്നി ഇറക്കി ബലിയെ ദഹിപ്പിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്ത് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഏലിയാ പ്രവാചകൻ പറയുകയാണ്, ഇതാ മഴയുടെ ഇരമ്പൽ ഞാൻ കേൾക്കുന്നു. 3.5 വർഷം മഴയില്ലായിരുന്നു. ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, ദൈവത്തിനായി ബലിപീഠം പുതുക്കിപ്പണിത് ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറയുന്നു, ഇതാ മഴയുടെ ഇരമ്പൽ ഞാൻ കേൾക്കുന്നു. വേറെ ആരും കേട്ടില്ല. എലിയാ പ്രവാചകൻ മലയുടെ മുകളിലേക്ക് കയറി ശിരസ് കുമ്പിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഭൃത്യനോട് പറഞ്ഞു, നീ കടലിൽ പോയി, കടൽ കാർമൽ മലയുടെ തീരത്താണ് മധ്യധരണാടി കടൽ, ഈ കടലിലേക്ക് നോക്കി അവിടെ നിന്ന് മേഘങ്ങൾ ഉയരുന്നുണ്ടോ, മഴമേഘങ്ങൾ ഉയരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഭൃത്യൻ തിരിച്ചു വന്ന് പറഞ്ഞു, ഒരു മേഘത്തെയും ഞാൻ കാണുന്നില്ല. പ്രവാചകൻ തുടർന്ന് 7 പ്രാവശ്യം ഈ ഭൃത്യനെ മേഘം കടലിൽ ഉയരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു വിടുന്നു. 7-ാമത്തെ പ്രാവശ്യം ഭൃത്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യ കരത്തോളം വലിപ്പമുള്ള ഒരു ചെറിയ മേഘം കടലിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഉടൻ തന്നെ രഥം പൂട്ടി കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെടുക, അല്ലെങ്കിൽ മഴ കൊണ്ട് നിൻ്റെ യാത്ര തടസ്സപ്പെടുമെന്ന് ആഹാബ് രാജാവിനോട് പറയാൻ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യകരത്തോളം മാത്രം വലിപ്പമുള്ള ഈ ചെറിയ മേഘം വ്യാപിച്ച് രാജ്യം മുഴുവനും മഴ പെയ്തു. ഒരു ചെറിയ മേഘത്തുണ്ടിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ 3.5 വർഷത്തെ വരൾച്ചയുടെ ചുട്ടുപൊള്ളുന്ന അനുഭവം മാറ്റാൻ മാത്രം ശക്തമായ മഴ അവിടെ രൂപപ്പെട്ടു. ഇതുപോലെ ദൈവം നിസാരമെന്ന് തോന്നുന്ന ചില സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കും. അതുവരെയും നമ്മൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. അവൻ പ്രാർത്ഥനകൾ അവഗണിക്കുന്നവനല്ല എന്ന് നമുക്കറിയാം. പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും നമുക്ക് അയോഗ്യതകളും കുറവുകളും ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ യോഗ്യതകളോട് ചേർത്ത് നമ്മളർപ്പിച്ച ഈ 73,218 ജപമാലകളും തീർച്ചയായും ഇന്ന് സ്വർഗം സ്വീകരിക്കുകയും വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും സഭയിലേക്കും വർഷിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ഈ ജപമാല പോരാട്ടത്തിൽ പങ്കുചേർന്ന എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ, കുടുംബങ്ങൾ, സന്യാസ സമൂഹങ്ങൾ, ഒത്തിരി അധികം ആളുകൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇത് രജിസ്റ്റർ ചെയ്ത കണക്കാണ് ഈ 73,218 ജപമാലകൾ. എന്നാൽ എത്രയോ 1000 ആളുകൾ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാനോ ഫോൺ വിളിച്ച് തങ്ങൾ അർപ്പിച്ച ജപമാലയുടെ കണക്കുകൾ അറിയിപ്പിക്കാനൊന്നും സാധിക്കാത്തവരും താല്പര്യമില്ലാത്തവരുമുണ്ട്.
അതുകൊണ്ട് ഈ നിയോഗത്തിൻ്റെ മേഖലയിൽ, ഈ നിയോഗത്തോടു കൂടി ഈ ജപമാല പോരാട്ടത്തിൽ തീർച്ചയായും ഇനിയും അനേക ലക്ഷം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും അവരും ശാലോമിനോട് ചേർന്ന് അർപ്പിച്ച ഈ ജപമാലകൾ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുവാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ധാരാളം ആവശ്യങ്ങളുണ്ട്. ഈ നിയോഗങ്ങളെല്ലാം മറന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി നമ്മൾ വലിയ ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ഒരു മാസം. ഒന്നാമതായിട്ട് ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിലെല്ലാം കരുതലുള്ളവനായിരിക്കുമെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന് വേണ്ടി നമ്മൾ ഈ ജപമാലകൾ അർപ്പിച്ചപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങളിലും ഇടപെടും. നമ്മുടെ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കുമെല്ലാം ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കോരിച്ചൊരിയുന്ന അനുഭവത്തിലേക്ക് വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി ഷാലോമിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ഈ ജപമാല പോരാട്ടത്തിൽ, ഈ റോസറി വാറിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കുകയും ഷാലോമിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഷാലോൺ ടെലിവിഷൻ്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട ജോസഫ് വയലിൽ CMI അച്ഛൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ജപമാലകൾ മാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛനെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.